ഗലീലയിൽ നസറത്ത് എന്ന പേരുള്ള പട്ടണത്തിൽ ദാവീദിന്റെ കുടുംബത്തിൽപ്പെട്ട യോസേഫ് എന്ന പേരുള്ള പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വചനത്തിൽ അവൾ അതീവം അസ്വസ്ഥയായി. ഏതുതരം അഭിവാദനമായിരിക്കും ഇത് എന്ന് അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, ഭയപ്പെടേണ്ട. എന്തെന്നാൽ നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഇതാ, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് ഈശോ എന്ന് പേര് വിളിക്കണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. അവൻ യാക്കോബിന്റെ കുടുംബത്തിന്മേൽ എന്നേക്കും ഭരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടായിരിക്കുകയില്ല. മറിയമാകട്ടെ ദൂതനോട് ചോദിച്ചു, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ അവളോട് പ്രതികരിച്ചു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നെ ആവരണം ചെയ്യും. ആകയാൽ ജനിക്കാനിരിക്കുന്നവൻ പരിശുദ്ധനായിരിക്കും, അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി എലീശായും അവളുടെ വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്തി എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. എന്നാൽ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് സംഭവിക്കട്ടെ. അപ്പോൾ ദൂതൻ അവളെ വിട്ടുപോയി. വിശുദ്ധ ഗ്രന്ഥം 72 പുസ്തകങ്ങളുള്ള വിശുദ്ധ ബൈബിള് ക്രിസ്തോ സെൻട്രിക്കാണ്, ക്രിസ്തു കേന്ദ്രീകൃതമാണ്. അതുകൊണ്ട് ഈ ഇന്നത്തെ സുവിശേഷമാക്കാൻ മനസ്സിലാകണമെങ്കിൽ ആദ്യം ഒരു പഴയ നിയമ പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പഴയ നിയമത്തില് ദൈവം തനിക്ക് വേണ്ടി തന്നെ ഒരു ജനതയെ, ഉടമ്പടിയുടെ ജനതയെ തിരഞ്ഞെടുത്തു. അതാണ് ഇസ്രായേൽ ജനം. ആ ഇസ്രായേൽ ജനത്തെ രൂപീകരിക്കുന്നതിന് വേണ്ടി ദൈവം ചരിത്രത്തിൽ ഇടപെട്ടു. അത് പെസഹ ആചരണമായിരുന്നു. അന്ന് ദൈവം പറഞ്ഞു, ഇത് നിങ്ങൾക്ക് 1-ാം മാസമായിരിക്കണം. അതുപോലെ തന്നെയാണ് ഒരു പുതിയ ഇസ്രായേലായ സഭയെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം ചരിത്രത്തിൽ ഇടപെടുകയാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച അനുസ്മരിച്ച സംഭവം. അതായത് ദേവാലയത്തിൽ ഭൂമാർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സക്കറിയായുടെ അടുക്കിലേക്ക് ഗബ്രിയേൽ മാലാഖയെ ദൈവം അയക്കുകയാണ്. എന്നിട്ട് അവനൊരു മകനുണ്ടാകും, അവനെ പറ്റിയുള്ള പ്രവചനങ്ങളെല്ലാം പറയുകയാണ്, അവൻ മിശിഹായിക്ക് വഴിയൊരുക്കുമെന്ന്. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത്. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ വന്നു മറിയത്തെ കണ്ടു. അപ്പൊ 6-ാം മാസം എന്ന് പറയുമ്പോൾ 6 മാസം മുമ്പ് ഒരു പുതിയ കലണ്ടർ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ പഴയ നിയമത്തില് അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടത് മോശയും, എന്നാൽ വാഗ്ദത്ത ഭൂമിയിലേക്ക് അവരെ ചെന്നെത്തിച്ചത് അവിടെ യോശുവയുമായിരുന്നു. യോശുവ എന്നത് ഹീബ്രു വാക്കാണ്, അതിന്റെ ഗ്രീക്ക് വാക്കാണ് ജീസസ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ജോഷുവ എന്ന് പറയുന്നത് യാഹ്വേ സേവ്സ്, ദൈവം രക്ഷിക്കുന്നു, അല്ലെങ്കിൽ ദൈവമാണ് രക്ഷകൻ എന്ന് പറയുന്നതാണ് അതിന്റെ അർത്ഥം. അപ്പൊ പഴയ നിയമത്തില് മോശ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ചുവെങ്കിൽ ഇവിടെ പുതിയ നിയമത്തില് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഈശോ നമ്മളെ വിമോചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പഴയ നിയമത്തില് സീനായ് മലയിൽ വെച്ച് ദൈവം ഉടമ്പടി ചെയ്തതിൽ ഇവിടെ പുതിയ നിയമത്തില് ഈശോ അന്ത്യ അത്താഴ വേളയില് പുതിയ ഉടമ്പടി ചെയ്യുന്നു. പഴയ നിയമത്തില് ഈ യോശുവ വാഗ്ദത്ത ഭൂമിയിലേക്ക് യോർദാൻ നദി കടന്ന് അവരെ പുതിയ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിപ്പിച്ചുവെങ്കിൽ പുതിയ നിയമത്തിലെ യോശുവയായ ജീസസ് ഈ വാഗ്ദത്ത ഭൂമിയായ സ്വർഗ്ഗരാജ്യത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നു. അതുപോലെ തന്നെ പഴയ നിയമത്തില് ദാവീദുമായിട്ട് ദൈവം ഒരു ഉടമ്പടി ചെയ്യുന്നുണ്ട്, അതായത് ഒരു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതായത് ദാവീദ് പറയുന്നു, എനിക്ക് അങ്ങേക്ക് വേണ്ടി ഞാൻ കഴിക്ക് വേണ്ടി കൊട്ടാരം പണിതു, അങ്ങയുടെ ആലയം പണിയാനുള്ള സാധന സാമഗ്രികളെല്ലാം ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ദേവാലയം പണിയട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ നാഥാൻ പ്രവാചകൻ വഴിയായിട്ട് ദൈവം പറയുന്ന സന്ദേശം ഇതാണ്: ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ, നീ മരിച്ച് നിന്റെ പൂർവികരോട് ചേർന്ന് നീ അടക്കപ്പെടുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവന്റെ രാജ്യം സുസ്ഥിരമാക്കും. അപ്പൊ ഒരു പുതിയ രാജ്യം സ്ഥാപിക്കാനായിട്ട് നിന്റെ ഒരു സന്താനം ഭാവിയിൽ വരാനിരിക്കുന്നു. അവൻ എനിക്ക് ആലയം പണിയും, ദൈവത്തിന്റെ ആലയം പണിയാൻ പോകുന്നത് നീയല്ല, അവനായിരിക്കും. അവന്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എക്കാലവും രാജ്യം ഭരിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന്റെ മകനായ സോളമൻ 40 കൊല്ലമേ ഭരിച്ചിട്ടുള്ളൂ. ഞാൻ ഒരു പിതാവും
അവൻ എനിക്ക് പുത്രനുമായിരിക്കും. ദൈവത്തിന്റെ പുത്രനാകുന്നത് ഇത് ദാവീദിന്റെ പുത്രനാണ് സോളമനെങ്കിൽ. ഈ സോളമനേക്കാളും വലിയ ഒരു പുത്രൻ നിങ്ങൾക്ക് വരാനിരിക്കുന്നു. അതുകൊണ്ടാണ് അവര് ദാവീദിന്റെ ജീനിയോളജി കീപ്പ് ചെയ്തുകൊണ്ടിരുന്നു. കാരണം ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട വംശാവലിയിൽപ്പെട്ടവരായിരിക്കണം യൂദയായുടെ രാജാക്കന്മാർ. അതുകൊണ്ട് തന്നെ അഹറോന്റെ ജീനിയോളജി കീപ്പ് ചെയ്തു. കാരണം അഹറോന്റെ സന്താന പരമ്പരകളിൽ നിന്നായിരിക്കണം പ്രധാന പുരോഹിതൻ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ പ്രധാന ദൂതനായ ഗബ്രിയേൽ മാലാഖ നസ്രത്തില് വിവാഹ നിശ്ചയം മാത്രം ചെയ്തിരുന്ന മറിയത്തിന്റെ അടുക്കൽ വന്നിട്ട് ഈ ദാവീദ് രാജാവിനോട് സാമുവേലിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന അതെല്ലാം നിനക്കൊരു മകൻ ഉണ്ടാകാൻ പോകും, ആ മകനിലായിരിക്കും ഇതെല്ലാം പൂർത്തിയാകുന്നത്. ദാവീദിന്റെ വംശത്തിൽപ്പെട്ടവനാണ്, അതായത് സോളമന്റെ മകനിനോട് വന്നതാണ് യോസേഫ് പിതാവ്. അതുപോലെ തന്നെ ദാവീദ് രാജാവിന്റെ മറ്റൊരു മകനായ നാഥാന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് മറിയം. അപ്പൊ അതുകൊണ്ട് ദാവീദിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അതുപോലെ തന്നെ ദൈവത്തിന്റെ പുത്രൻ എന്നും അവൻ വിളിക്കപ്പെടും. അങ്ങനെ ധാരാളം പ്രവചനങ്ങൾ മകനെ പറ്റി പറയുകയാണ്. അവിടെ പറയുന്നുണ്ട് ദൈവം നിന്നോടുകൂടെ, അതായത് ദൈവപുത്രൻ പറഞ്ഞവിടെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ. അതുകൊണ്ടാണ് കർത്താവ് നിന്നോടുകൂടെ എന്ന് പറയുമ്പോൾ വളരെ അസ്വസ്ഥതയാവുകയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? അപ്പോഴാണ് മാലാഖ പറയുക, നീ ഭയപ്പെടേണ്ട, കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് നീ ഈശോ എന്ന് പേരിടണം. ഇനി ആ മകനെ പറ്റിയുള്ള ഈശോ എന്ന് പേരിടണം എന്ന് പറയുമ്പോൾ അവിടെ യോസേഫിന് മറിയത്തിനും അല്ല, പേര് നിശ്ചയിക്കുന്നത് അവന്റെ ഉടമസ്ഥതയുള്ള പിതാവായ ദൈവം തന്നെയാണ്. എന്നിട്ട് പറയുകയാണ് അവൻ വലിയവനായിരിക്കും. ലോകത്തിൽ വലിയവനായ പല ആളുകളുണ്ട്. ദാവീദ് രാജാവ് വലിയ രാജാവായിരുന്നു. ഇന്ന് യഹൂദന്മാർ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഏറ്റവും പ്രമുഖനായ രാജാവ്, അതിനേക്കാളും വലിയ രാജാവായിരിക്കും അവന്. ഏറ്റവും ബുദ്ധിമാനായ വിവേകിയായ ആളാണ് സോളമൻ. എന്നാൽ അതിനേക്കാളും വലിയ ഒരു ബുദ്ധിമാനായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രവാചകനായിരുന്നു ഏലിയ. അതുപോലെ തന്നെ യോനാ പ്രവാചകൻ, അദ്ദേഹം നിനിവേ നഗരത്തിൽ വിജാതിയരോടും പ്രസംഗിച്ചു, അവരെല്ലാവരും മാനസാന്തരപ്പെട്ടു. അപ്പൊ അതിലും വലിയ ഒരു പ്രവാചകൻ. അതുകൊണ്ടാണ് അവൻ വലിയവനായിരിക്കും നിന്നിൽ ഉണ്ടാക്കാൻ പോണത്. അത്യുന്നതന്റെ പുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടും, അതായത് ദൈവത്തിന്റെ പുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. അതായത് ഇവന് ദൈവത്തിന്റെ സിംഹാസനം ലഭിക്കാൻ പോവുകയാണ്. അത് ഇവന്റെ ദാവീദിന്റെ ഗോത്രത്തിൽ നിന്ന് ദാവീദിന്റെ ആ സിംഹാസനം അതിന്റെ പൂർണ്ണത ഇവനായിരിക്കും കൊടുക്കുക. അവൻ യാക്കോബിന്റെ കുടുംബത്തിന്റെ എന്നേക്കും ഭരിക്കും. യാക്കോബിന്റെ എന്ന് പറഞ്ഞാൽ യാക്കോബ് ഇസ്രായേൽ വംശമാണ്. അപ്പൊ അവരുടെ ആ കുടുംബത്തിന്മേൽ എക്കാലവും ഭരിക്കുന്ന ഒരു രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടായിരിക്കുകയില്ല. ഇവന്റെ മുഴുവൻ ഭരിക്കുന്ന ഒരു രാജാവായിരിക്കും. അവിടെ അർത്ഥത്തിലാണ് പുതിയ രാജ്യം തുടങ്ങിക്കഴിഞ്ഞു. ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവ് മറിയത്തിന്റെ മേൽ വന്നതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ മേൽ വന്ന് ഒരു പുതിയ ഇസ്രായേലിന് രൂപം കൊടുത്തു. പഴയതിനെ റീഫോർമാറ്റ് ചെയ്തു. 12 ഗോത്രങ്ങൾക്ക് പകരം 12 അപ്പോസ്തലന്മാരെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇവിടെ ഇതാ പുതിയ ഇസ്രായേൽ രൂപപ്പെട്ടിരിക്കുന്നു. ആ ഇസ്രായേലിലൂടെ അതിന്റെ രാജ്യം ഭരിക്കുന്നത് ക്രിസ്തുനാഥനാണ്. ആ സഭയിലാണ് നമ്മൾ അംഗങ്ങളായിരിക്കുന്നത്. അതുകൊണ്ട് ഈ സഭയിൽ ലോകത്തിന് അതിർത്തിയില്ല. കാരണം ലോകത്തിന് മുഴുവനും ഈ സഭ വ്യാപിച്ചിരിക്കുന്നു. ഇത് എക്കാലവും രാജ്യം ഭരിക്കുന്നത് ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് കർത്താവ് പിലാത്തോസിനോട് പറഞ്ഞത്, എന്റെ രാജ്യം ഐഹികമല്ല, ഭൗതികമായ രാജ്യമല്ല, എന്നാൽ ഈ ഭൂമിയിലുണ്ട്, അത് നമ്മുടെ സഭയിലൂടെയാണ്. ആ സഭയോട് ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ആ നിത്യരക്ഷ പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ അതിന് പൂർണ്ണത കൈവരുന്നത് കർത്താവിന്റെ 2ാമത്തെ ആഗമനത്തോടുകൂടി അവിടുന്ന് ഇത് ഭരിക്കും. അപ്പോഴാണ് മറിയം പറഞ്ഞു, അതിന് ഞാൻ വിവാഹത്തിന് എനിക്ക് സന്താനോത്പാദനത്തിന് എങ്ങനെ സംഭവിക്കും? കാരണം എന്താണ്? അതിന്റെ ഒരു പശ്ചാത്തലം ഇതാണ്. അപ്പോക്രിഫൽ ബുക്ക് അല്ലെങ്കിൽ അപ്രമാണിക ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെടുന്ന ചില പാരമ്പര്യങ്ങളുണ്ട്. അത് അനുസരിച്ച് മാതാപിതാക്കളായിരുന്ന ജോവാക്കീമിനും അന്നയ്ക്കും മക്കളിലായിരുന്നു. സന്താന ഭാഗ്യം ലഭിക്കാതെ വളരെ വിഷമിച്ചു. വളരെയേറെ ദീർഘമായി പ്രാർത്ഥിച്ചു. കർത്താവിനോട് ഉടമ്പടി ചെയ്തു. ദേവാലയത്തിൽ കൊടുക്കേണ്ടതിന്റെ ഡബിൾ സംഭാവന അക്കാലത്ത് ജോവാക്കീം കൊടുക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇവരൊരു നേർച്ച ചേർന്നു. ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയെ ഞങ്ങൾ ജെറുസലേം ദേവാലയത്തിൽ കാഴ്ചവെക്കും. അക്കാലത്ത് അങ്ങനെ പതിവുകൊണ്ട് നമ്മൾ ആ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അടിമ വെക്കുന്ന പോലെ. പക്ഷേ അവിടെ അവര് അടിമ വെച്ച് നമ്മളിവിടെ പണം തിരിച്ചു കൊടുത്ത് കൊച്ചിനെ തിരിച്ചെടുക്കും. അതാണ് അടിമ വയ്ക്കുക. എന്നാൽ അവിടെ അങ്ങനെയല്ല. അവരെ കൊച്ചിനെ 3 വയസ്സായി കഴിഞ്ഞാൽ ദേവാലയത്തിൽ സമർപ്പിച്ച് ദേവാലയത്തിൽ പരിശീലനം കിട്ടി ആ ദേവാലയ ശുശ്രൂഷയിൽ വ്യാപകരാകും.
പക്ഷേ അവർ ഉദ്ദേശിച്ച പോലെ ഒരു ആൺകുട്ടിയല്ല, ഉണ്ടായത് പെൺകുട്ടിയാണ്. അവിടെ മേരിയുടെ പേരിട്ടു, 3 വയസ്സ് വരെ വളർത്തി. അതിനുശേഷം ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ചു. ചില ചിത്രങ്ങളൊക്കെ അങ്ങനെ കാണാം. ദേവാലയത്തിലേക്ക് കുറിച്ച് നടന്നു പോകുന്നു, മാതാപിതാക്കന്മാർ താഴെ നിൽക്കുന്നു, പുരോഹിതൻ ആ കുഞ്ഞിനെ സ്വീകരിക്കുന്നു. അങ്ങനെയുള്ള ചിത്രങ്ങളുണ്ട്. ആ പാരമ്പര്യത്തിന് വെളിച്ചത്തിലുള്ളതാണ്. അങ്ങനെ വന്നപ്പോൾ സെക്രട്ടറിയാണ് ആ കുഞ്ഞിന് പരിശീലനം കൊടുക്കുവാനായിട്ട് ചുമതലപ്പെടുത്തിയത്. പക്ഷെ പെൺകുട്ടി ആയതുകൊണ്ട് പ്യൂബർട്ടിക്ക് വരെയുള്ള നിർത്തത്തുള്ളൂ. അതിനുശേഷം അവിടെ അവർ ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കും. അപ്പൊ ഈ പെൺകുട്ടി ഈ കാലഘട്ടത്തിൽ അവിടെ മതപരമായ കൂടുതൽ അറിവുകൾ ലഭിക്കുന്നു, ആ പരിശീലനം കിട്ടുന്നു. ആ വിശുദ്ധ സ്ഥലത്ത് വെച്ച് അവൾ പ്രതിജ്ഞ ചെയ്യുകയാണ്, ഞാൻ എക്കാലവും കന്യകയായിരിക്കും. അതാണ് ബൈബിളിലും പറയുന്നുണ്ട്, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവനെ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് ഐസ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു. അപ്പൊ അതുകൊണ്ട് നിത്യകന്യകയായ ഒരു പെൺകുട്ടിയിൽ നിന്നാണ് രക്ഷകൻ വരിക എന്നുള്ളത് പ്രവചനം ഐസ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ കന്യകാവൃതം എടുത്ത പെൺകുട്ടിയെ ഉത്തരവാദിത്വം വിഭാഗികളായ പുരുഷന്മാരെയാണ് ഏൽപ്പിക്കുക. കാരണം അതൊരു ഭാര്യ ഭർത്താവ് എന്നുള്ള പേരേ ഉള്ളൂ, ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കാനല്ല. ഓർത്തഡോക്സ് സഭകളുടെയും അതുപോലെ തന്നെ ചില അപ്രമാണിക ഗ്രന്ഥങ്ങളുടെയും പാരമ്പര്യം അനുസരിച്ച് യോസേഫ് 40-ാമത്തെ വയസ്സിൽ സലോമി വിവാഹം കഴിക്കുന്നു. 49 വർഷം അവർ ദാമ്പത്യ ജീവിതം നയിച്ചു. 4 ആൺകുട്ടികളും 2 പെൺകുട്ടികളും ഉണ്ടായി യോസേഫിന്. അവരെ പറ്റിയാണ് ഈശോയുടെ സഹോദരന്മാരും സഹോദരിമാരും നമ്മുടെ കൂടെ ഇല്ല എന്നൊക്കെ മറ്റ് ആളുകൾ ചോദിക്കുന്നത്. അപ്പൊ അത് മറിയത്തിലൂടെയുള്ള മക്കളല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ യോസേഫിന് 79 വയസ്സ് പ്രായമുള്ള 89 വയസ്സ് പ്രായമുള്ളപ്പോൾ 40-ാം വയസ്സിൽ വിവാഹം കഴിച്ചു. 49-ാമത്തെ വയസ്സിൽ 49 വയസ്സ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഭാര്യ മരിച്ചു, സലോമി മരിച്ചു. അപ്പോൾ മക്കളൊക്കെ പ്രായപൂർത്തിയായി. അപ്പോൾ 89-ാമത്തെ വയസ്സിൽ 90-ാമത്തെ വയസ്സിലാണ് ഈ പ്രത്യേകമായ ഒരു അത്ഭുതം. അതായത് എല്ലാവരും വടി കൊണ്ടുവരാൻ പറഞ്ഞു, വടി പൂക്കുന്നു. കാരണം അത് അഹ്റോനൻ ആണ് യഥാർത്ഥ പുരോഹിതൻ എന്നുള്ളത് അഹ്റോനെതിരായ ആളുകൾ പുറപ്പെടുത്തപ്പോൾ കാണിച്ച ഒരു അടയാളമാണ് പഴയ നിയമത്തില്. അതുപോലെ തന്നെയാണ് ആ പാരമ്പര്യം അനുസരിച്ച് യോസേഫിന്റെ വടി പൂക്കുന്നു, അല്ലെങ്കിൽ കായ്കൾ ഉണ്ടാകുന്നു, പൂക്കൾ ഉണ്ടാകുന്നു. അങ്ങനെ യോസേഫിനെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു. അതുകൊണ്ടാണ് മറിയം പറയുന്നത്, ഇങ്ങനെ വിവാഹ നിശ്ചയമൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് മക്കളുണ്ടാകാൻ പറ്റത്തില്ല എന്നുള്ള പ്രതിജ്ഞ ഞാൻ എടുത്തിരിക്കുകയാണ്. അപ്പോഴാണ് മാലാഖ പറയുന്നത്, ഇത് എങ്ങനെ സംഭവിക്കുന്നു ചോദിക്കുമ്പോൾ പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അതായത് സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ, പുരുഷന്റെ വീര്യത്തിലൂടെ അല്ല നിനക്ക് കുഞ്ഞുണ്ടാകാൻ പോകുന്നത്, മറിച്ച് ഒരു ദൈവം ചരിത്രത്തിൽ വീണ്ടും ഇടപെടുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നെ ആവരണം ചെയ്യും. എന്താണ് ഈ അത്യുന്നതന്റെ ശക്തി ആവരണം ചെയ്യും? പിതാവായ ദൈവത്തിന്റെ ആ ശക്തി നിന്നെ മേൽ ആവരണം ചെയ്യും. അതായത് പഴയ നിയമത്തില് അവർക്ക് ടാബർനാക്കിൾ ഉണ്ടായിരുന്നു, അതായത് വാഗ്ദാന പേടകം. ആ പേടകത്തിലാണ് അവർ മന്നായും അതുപോലെ തന്നെ 10 കൽപ്പനകളുടെ 2 കൽപ്പനകൾ അഹ്റോന്റെ വടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന അതിവിശുദ്ധ സ്ഥലമാണ്. ആ അതിവിശുദ്ധ സ്ഥലത്ത് ഈജിപ്തിലെ വെച്ച് അവരുണ്ടാക്കിയ സമാഗമ കൂടാരത്തിലും പിന്നീട് സോളമൻ രാജാവ് നിർമ്മിച്ച ജെറുസലേം ദേവാലയത്തിലും ബാബിലോണിയക്കാർ വന്ന് ആ ദേവാലയം നശിപ്പിക്കുന്നത് വരെ, അത് നശിപ്പിക്കുന്നതിന് മുമ്പായിട്ട് യെരമ്യാ പ്രവാചകൻ അവിടെ നിന്ന് ആ വാഗ്ദാന പേടകം എടുത്ത് ഗുഹയിൽ ഒളിപ്പിച്ചു. അപ്പോൾ ആ കാലഘട്ടം മുഴുവനും സ്വർഗത്തിൽ നിന്ന് ഒരു മേഘം ഇറങ്ങി വന്ന് ഇതിനെ ആവരണം ചെയ്യുമായിരുന്നു. അപ്പോഴിവിടെ മാലാഖ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന് നീ ഗർഭം ധരിക്കുമെന്നത് മാത്രമല്ല, ഈ ദൈവത്തിന്റെ പണ്ട് നഷ്ടപ്പെട്ടു പോയ ചൈതന്യം, അതിനെ യഹൂദ പണ്ഡിതന്മാർ പറയുന്ന പേരാണ് ഷെക്കീന ക്ലൗഡ്. ഷെക്കീന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തിരുസാന്നിധ്യം. തിരുസാന്നിധ്യത്തിന്റെ മേഘം വന്ന് ഇത് നിന്റെ മേൽ ആവരണം ചെയ്യും. കാര്യം ഇത് ജെറുസലേം ദേവാലയം പുനർനിർമ്മിച്ചു. ബാബിലോണിയ പ്രവാസം കഴിഞ്ഞ് പുരോഹിതന്മാരും ലേവി വംശത്തിലും പെട്ടവർ തിരിച്ചു വന്ന് ദേവാലയം പുനർനിർമ്മിച്ചെങ്കിലും മഹാനായ ഹെറോദോസ് രാജാവ് അതിലും വലുതായിട്ട് വീണ്ടും ബുദ്ധിപ്പെടുന്നെങ്കിലും കർത്താവിന്റെ കാലഘട്ടത്തിൽ ഷെക്കീന ക്ലൗഡ് വന്നില്ല. പക്ഷെ ഷെക്കീന ക്ലൗഡ് വരുന്നത് മറിയത്തിന്റെ മേലാണ്. കാരണം മറിയം ഒരു ടാബർനാക്കിളാണ്. 9 മാസത്തിലധികം ഉണ്ണീശോയെ അല്ലെങ്കിൽ ദൈവപുത്രനെ സംവഹിക്കുന്ന ഒരു സക്രാരിയായി മറിയം മാറുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് പരിശുദ്ധാത്മാവ് വഴി നിന്നിലൂടെ ഈ പുതു ശിശു ഉണ്ടാവുകയും ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ ആവരണം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് മറിയം എലിസബത്തിനെ സന്ദർശിക്കുമ്പോൾ അവളുടെ ഉദരത്തിലും ശിശു കുതിച്ചു ചാടി യോഹന്നാനോടെ ജ്ഞാനസ്നാനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പറയുകയാണ്, ആകയാൽ ജനിക്കുവാനിരിക്കുന്നവൻ പരിശുദ്ധനായിരിക്കും, അവൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാണ് ഈ മംഗലവാർത്തകൾ. ഓടിച്ചു വായിച്ചു പോകുമ്പോൾ ഈ അർത്ഥമൊന്നും അത്ര ഡീപ്പായിട്ട് മനസ്സിലാക്കിയാൽ, പക്ഷെ പഴയ നിയമത്തിൽ എന്തെല്ലാം ദാവീദ് രാജാവുമായിട്ട് പറഞ്ഞിട്ടുണ്ടോ, പഴയ നിയമത്തിൽ ജനം എന്തെല്ലാം ഒരുങ്ങിയിട്ടുണ്ടോ, അതെല്ലാം നിന്റെ മകന് വരാനിരിക്കുന്നു. നമ്മളെല്ലാം മകൾ ജനിച്ചു കഴിഞ്ഞാണ് നമ്മൾ ആരാ എന്താ എന്ന് മനസ്സിലാകുന്നത്. പല ആൾ ദൈവങ്ങളുമുണ്ട്.
പക്ഷേ അവരൊക്കെ ജനിച്ചു കഴിഞ്ഞുണ്ടാകുന്നത് അവരെ കുറിച്ചൊന്നും ആരും പ്രവചിച്ചിട്ടില്ല. പക്ഷേ യേശു ക്രിസ്തുവിനെ കുറിച്ചും സ്നാപകയോഹന്നാനെ കുറിച്ചും അവർ ജനിക്കുന്നതിന് മുൻപേ അവരുടെ ദൗത്യം എന്താണ് എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ സ്നാപകയോഹന്നാൻ ജനനത്തെ കുറിച്ച് പറഞ്ഞ അവസരത്തിൽ അവിടെ സക്രിയായിട്ട് ഒരു അടയാളം കൊടുത്തു. നീ വിശ്വസിക്കാനും നിന്നെ ശ്രമിക്കുന്നവർ വിശ്വസിക്കാനും വേണ്ടി നിനക്ക് ഒരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിനെ നീ യോഹന്നാന്റെ പേര് വിളിക്കുന്നത് വരെ നിനക്ക് സംസാര ശേഷി ഉണ്ടാവുകയില്ല. അതായിരുന്നു അവിടെ കൊടുത്ത അടയാളം. ഇവിടെ മറിയത്തിന് കൊടുക്കുന്ന അടയാളം ഇതാണ്. തികച്ചും പ്രകൃതിദത്തമായ അസംഭവ്യമായ ഒരു കാര്യം എന്ന് ഞാൻ അറിയിക്കുകയാണ്. എലിസബത്ത് എന്ന് പറയുന്ന നിന്റെ ചാർച്ചക്കാരി, നിന്റെ ബന്ധത്തിൽപ്പെട്ട വാർദ്ധക്യത്തിലെത്തിയ അവൾക്ക് ഗർഭിണിയാണ്, 6 മാസമാണ്. അപ്പൊ അതാണ് നമ്മൾ കൊടുത്ത അടയാളം. പക്ഷെ അത് ഒരു സന്ദേശമായിട്ട് മറിയം കണ്ടു. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, ഇതാണ് എന്റെ ദൗത്യം എന്ന് വരിക, ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് എലിസബത്തിനെ സന്ദർശിക്കുകയും എലിസബത്തിന് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സെർവന്റ് ലീഡർഷിപ്പിനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ജനിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ പദ്ധതിയിൽ നമ്മൾ ഓരോരുത്തരുമുണ്ട്. നമുക്ക് വേണ്ട മാതാപിതാക്കന്മാർ, നമുക്ക് വേണ്ട ജീവിത സാഹചര്യങ്ങൾ, നമുക്ക് വേണ്ട സഹോദരങ്ങൾ, നമുക്ക് വേണ്ട ജീവിത പശ്ചാത്തലമെല്ലാം ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ടു. എന്നാൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിനെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താനോ പിശാചിന്റെ പ്രേരണയ്ക്കനുസരിച്ച് സാധാരണ പ്രേരണയുള്ള മറ്റു ആളുകളുടെ പ്രേരണയനുസരിച്ചോ ഒക്കെ നമ്മുടെ വഴിയിൽ പോകാനുള്ള സാധ്യതകളും ഉണ്ട്. ഇവിടെ മറിയം പരിശുദ്ധാത്മാവിനാൽ അവിടെ നയിക്കപ്പെടുകയും അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ, പ്രത്യേകിച്ച് അവിടെ മാതാപിതാക്കന്മാരുടെ ആ നന്മയെല്ലാം അവളിലൂടെ ഉണ്ടായി. ആദ്യ മാതാപിതാക്കന്മാര് ദൈവം നേരിട്ട് സൃഷ്ടിച്ചു, അവര് പാപരഹിതരായിരുന്നു എന്ന് വരികിൽ ഇവിടെ മറിയവും അതുപോലെ തന്നെ ഈശോയും പാപരഹിതരായിട്ട് സൃഷ്ടിക്കപ്പെടുകയാണ്. പ്രത്യേകിച്ച് പുത്രനായ ദൈവം, അവിടെ പിതാവ് എന്ന് പറയുന്നത് പിതാവായ ദൈവം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കുമുള്ള ദൗത്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളിയാകാം, നിങ്ങളുടെ മക്കളാകാം, മാതാപിതാക്കളാകാം, നമ്മുടെ ഇടവയിലുള്ള സമൂഹത്തിലുള്ള പാവപ്പെട്ടവരാകാം, നമ്മുടെ ഇടവ സമൂഹമാകാം. എന്താണ് നമ്മുടെ ദൗത്യം എന്ന് പറയുകയും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കർത്താവിന്റെ ഹിതമനുസരിച്ച് അത് എത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും എത്ര പ്രശ്നക്കാരാണെങ്കിലും ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ കണ്ടറിഞ്ഞ് മറിയം എലിസബത്തിനെ കണ്ട് സന്ദർശിക്കുവാൻ തയ്യാറായതുപോലെ നമ്മളും സാഹചര്യങ്ങൾക്കനുസരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. അപ്പോഴാണ് ദൈവത്തിന്റെ കൃപ നമ്മളിൽ വന്നു നിറയുക. അതുകൊണ്ട് ഈ ആഗമന കാലത്ത് കർത്താവിന്റെ ഈ പ്രവൃത്തിയായിട്ടും കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനത്തിനായിട്ടും എടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് നമ്മളെ സംബന്ധിച്ചുള്ള പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം.